തമിഴ്നാട് കൃഷ്ണഗിരിയിൽ 12-കാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചു. കേസിൽ NCC അധ്യാപകനെ പോലീസ് അറസ്റ്റ് ചെയ്തു. സ്കൂൾ അധികൃതർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. പരിക്കൂർ പ്രദേശത്തെ സ്കൂളിൽ 5 മുതൽ 9 വരെയായിരുന്നു ക്യാമ്പ്. 9 രാത്രിയിലാണ് NCC മാസ്റ്റർ കാവേരിപട്ടണം സ്വദേശി ശിവരാമൻ ഉറങ്ങിക്കിടന്ന കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചത്. ശാരീരിക പ്രശ്നങ്ങളെ തുടർന്ന് 16-നാണ് കുട്ടി രക്ഷിതാക്കളോട് വിവരം പറയുന്നത്. തുടർന്ന് രക്ഷിതാക്കൾ പരാതി നൽകി. ഒളിവിലായിരുന്ന ശിവരാമനെ കോയമ്പത്തൂരിൽ നിന്നാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. സംഭവം സ്കൂളിൽ നടന്നതിനാൽ സ്കൂൾ പ്രിൻസിപ്പൽ ഉൾപ്പെടെ 7 പേർക്കെതിരെയും പോലീസ് കേസെടുത്തു. 24 ചെന്നൈ. ജസ്ന തിരോധാനവുമായി ബന്ധപ്പെട്ട് വെളിപ്പെടുത്തൽ നടത്തിയ മുണ്ടക്കയം സ്വദേശിയായ ലോഡ്ജ് ജീവനക്കാരിയുടെ മൊഴി CBI രേഖപ്പെടുത്തും. ജസ്നയെ കണ്ടെന്ന വെളിപ്പെടുത്തലിന്റെ വസ്തുത പരിശോധിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. കാണാതാകുന്നതിനു മുൻപ് ജസ്നയുമായി രൂപസാദൃശ്യമുള്ള പെൺകുട്ടി മുണ്ടക്കയത്തെ ലോഡ്ജിലെത്തിയതായാണ് ലോഡ്ജിലെ മുൻ ജീവനക്കാരിയായ മുണ്ടക്കയം സ്വദേശി ഇന്നലെ വെളിപ്പെടുത്തിയത്. ഇതിൽ വസ്തുത ഉണ്ടോ എന്ന് പരിശോധിക്കുകയാണ് CBI അന്വേഷണ സംഘത്തിന്റെ ലക്ഷ്യം. മുണ്ടക്കയം സ്വദേശിയായ സ്ത്രീയെ അന്വേഷണ സംഘം ഫോണിൽ ബന്ധപ്പെട്ടു. വിശദമായ മൊഴി നാളെ രേഖപ്പെടുത്തിയേക്കും. ജസ്ന ലോഡ്ജിലെത്തിയിട്ടില്ലെന്നായിരുന്നു ലോഡ്ജ് ഉടമയുടെ പ്രതികരണം. മുൻ ജീവനക്കാരിയായ സ്ത്രീക്ക് തന്നോടുള്ള വൈരാഗ്യമാണ് വെളിപ്പെടുത്തലിന് പിന്നിലെന്നും ലോഡ്ജ് ഉടമ ആരോപിച്ചിരുന്നു. പുതിയ വെളിപ്പെടുത്തൽ അന്വേഷണത്തെ വഴിതെറ്റിക്കാനാണെന്ന് ജസ്നയുടെ പിതാവും പ്രതികരിച്ചിരുന്നു. പുതിയ വെളിപ്പെടുത്തൽ കൃത്യമായി പരിശോധിച്ച ശേഷം മാത്രമാകും CBIയുടെ തുടർ നടപടികളുണ്ടാവുക. 24 കോട്ടയം.